വീരൻ രാഹുലിന്റെ അനുയായിയായ പ്രശോഭേ തെമ്മാടി രാജിവെച്ച് പുറത്തു പോണം. നിങ്ങളാളുകൾ എണ്ണപ്പെട്ടു. പാലക്കാടിൻ മാനം കാക്കാൻ ഞങ്ങൾ ഡിവൈഎഫ്ഐ ഒറ്റരെണ്ണം കോൺഗ്രസ് റോഡിലിറങ്ങി നടക്കില്ല. നമുക്കറിയാം, പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് എന്ന ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാട് നഗര ഹൃദയത്തിലെ ഒരു വാർഡാണ് 24-ാം വാർഡ് എന്നുള്ളത്. ആ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസിന്റെ കൗൺസിലറായിട്ടുള്ള പ്രശോഭ എന്ന പരമചർച്ച ചെയ്ത പ്രവർത്തനം മൂലമാണ് പാലക്കാടൻ ജനതയാകെ ഇന്നും തലകുത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നോക്കൂ, നാളുകൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു MLA കാരണം അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ കാരണം പാലക്കാടൻ ജനത ആകെ തലതാഴ്ത്തി നിന്നെങ്കിൽ ഇന്നിതാ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാമായ എ ഗ്രൂപ്പിന്റെ മുതിർന്ന പുത്രനായ ഷാഫിയുടെ നേരനുയായിയായ രാഹുലിന്റെ എല്ലാം ശിഷ്യനെന്നറിയപ്പെടുന്ന പ്രശോഭ എന്ന വ്യക്തി ചെയ്തത് ഈ പാലക്കാട് നഗരത്തെ ആശ്രയിച്ചുകൊണ്ട് ജോലി ആവശ്യത്തിനും പഠന ആവശ്യത്തിനായി നിരവധിയായ യുവാക്കളും യുവതികളും വന്നുകൊണ്ടിരിക്കെ പാവപ്പെട്ട ഒരു ദളിത് യുവതിയെ ജോലി ആവശ്യവുമായി പഠനാവശ്യവുമായി എത്തിയ യുവതിയെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് അതിക്രൂരമായി തന്നെ പീഡിപ്പിക്കുകയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആ യുവതി പോലീസിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തിട്ടുണ്ട്. കുറേ ദിവസങ്ങളിൽ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ട് സർക്കാർ പോകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ ഈ കൗൺസിലർ ഉടൻ തന്നെ രാജിവെച്ച് പാലക്കാടിനെ ഇത്തരത്തിലുള്ള ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ കൗൺസിലർ ഇത്രയുമേറെ കളങ്കമേറി ഉരുത്താൻ ഈ നാടിന് ആവശ്യമില്ല എന്ന് ഡിവൈഎഫ്ഐ പറയുകയാണ്. ഡിവൈഎഫ്ഐയുടെ സമരം സൂചന മാത്രമാണ്. ഈ സൂചനാ സമരത്തെ കണ്ട് കോൺഗ്രസ് വീണ്ടും രാഹുലിന് കൊടുത്ത പിന്തുണയുമായി വരികയാണെങ്കിൽ പാലക്കാടിന്റെ നഗരത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസിനെയും കാലുകുത്തിപ്പിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്.